ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ റോഡിലൂടെ ആംബുലൻസുകൾ ചീറിപ്പായുന്നത് കാണാം. നമ്മൾ വിചാരിക്കും എന്ത് മരണപ്പോക്കാണ് ഈ പോകണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ ഇവിടെ ഒരു കുട്ടിക്ക് സുഖമില്ലാതായി. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ ആളെ റിസ്കിൽ കുട്ടീനെ എടുത്തിട്ട് ആംബുലൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് പിന്നെയും ഭയക്കും. അപ്പോൾ ആൾക്കറിയാം ഇത് ഇനിയും ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഗുരുതരാവുന്നത്. അപ്പോൾ കൂടെയുള്ള ഒരു ഉമ്മനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ കാറിലെടുത്ത് ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ 5 മിനിറ്റ് ദൂരം പോകാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്ത് ആംബുലൻസ് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. ആൾക്ക് അതിൻ്റെ ഒരു ഉൾക്കാഴ്ച ഉള്ളതിനെ കൊണ്ട് ആൾ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ഇതാക്കിയിട്ട് കൊണ്ടുപോയി. അവിടെ എത്താൻ 2 മിനിറ്റ് നേരം വൈകിയതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്ന്, ശ്വാസം എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്ന്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ റോഡിലൂടെ ഈ ചീറിപ്പായണ ആംബുലൻസ് കാണുമ്പോൾ നമ്മളൊന്ന് സൈഡാക്കി കൊടുക്കുക, സമയത്തിൻ്റെ വില മനസ്സിലാക്കുക. ആരും നമ്മളെന്താ പറയുക, ഉള്ളിലുള്ള അഹങ്കാരം കാണിക്കാനുള്ള ഒരു സമയമല്ല അത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് മനസ്സിലാക്കുക. വണ്ടികളൊക്കെ ഒന്ന് സൈഡാക്കി കൊടുക്കുക. ആംബുലൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്തിനു വേണ്ടിയിട്ടാണ് ആ ഓട്ടം പായണമെന്നുള്ളത്. അതേപോലെ തന്നെ ആംബുലൻസ് ഓടിക്കുന്നവരോടും കൂടിയാണ്, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക, ആളെടുക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യമാണെങ്കിലും ഓക്കെ, അല്ലാതെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ റഷ് ഡ്രൈവ് ചെയ്യാതിരിക്കുക. ഓക്കെ.